ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് വളരെ ശ്രേഷ്ഠമായ മാസം, ആ കാർത്തിക മാസത്തിന്റെ എത്രാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്? 25ാമത്തെ ദിവസമാണ്. വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞത് ഇത് ഈ ഒരു കാർത്തിക മാസം നല്ല നടപ്പിന്റെ ഒരു മാസമാണ്. അതായത് നല്ല നടപ്പനുസരിച്ചിട്ട് നമ്മുടെ ജയിലിൽ ഒരു കുറ്റവാളിക്ക് എങ്ങനെ ശിക്ഷാ ഇളവുകൾ ഉണ്ടാകാറുണ്ടോ അതുപോലെയാണ്. അപ്പം ചില സമയത്ത് കുറ്റവാളികളെ സന്ദർശിക്കാൻ ജയിൽ സൂപ്രണ്ട് മുതൽ മേലോട്ടുള്ള അധികാരികൾ ജയിലിൽ വരാറുണ്ട്. അത്തരം ഒരുപാട് കഥകളും ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. വരുമ്പോൾ അവിടുത്തെ കുറ്റവാളികൾ ചിലര് അപേക്ഷകൾ കൊടുക്കാറുണ്ട്. ആ അപേക്ഷകൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുമുണ്ട്, ആ കുറ്റവാളികളെ കുറിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ പഠിച്ച ഒരു കഥ, ഒരു നെഗറ്റീവായിട്ട് വന്നൊരു കഥ, അത് പിന്നീട് പറയാം. അത് ബംഗാളി സാഹിത്യത്തിലാണ്. അതായത് ബംഗാളി സാഹിത്യമാണെങ്കിലും അത് ഒറിജിനൽ ഒരു കഥയാണ്. അന്നത്തെ കൽക്കട്ട ജയിൽ സൂപ്രണ്ട് ജരാസന്ധൻ ആ സമയത്ത് ആ ജയിലിൽ അധികാരമെടുത്തപ്പോൾ രാജാ ബഹദൂർ എന്ന പഴയ ഒരു രാജാവിനെ കുറിച്ച്, ആ കുറ്റവാളിയെ കുറിച്ച് പഠിച്ചൊരു കഥയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞെന്നേയുണ്ട്. അദ്ദേഹവും അപ്പീൽ കൊടുത്ത് പുറത്തു വന്നു, അത് പോട്ടെ. അപ്പം എങ്ങനെ കഴിഞ്ഞാലും അപേക്ഷ കൊടുക്കുന്നത് ആ ശിക്ഷകൾ ഇളവ് വരാനും തന്റെ ശിക്ഷാ കാലാവധി നേരത്തെ പറഞ്ഞതിന് മുമ്പ് പുറത്തിറങ്ങാനുമായിട്ടാണ്, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കുറ്റവാളികളെ ആ ജയിൽ സൂപ്രണ്ടോ ആ മേലധികാരിയോ പഠിച്ചിട്ട് ഇദ്ദേഹം കുഴപ്പക്കാരനല്ല, അല്ലെങ്കിൽ നല്ല നടപ്പാണ് ഇപ്പോൾ ഉള്ളത് കണ്ടിട്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാറുണ്ട്. ജാമ്യം കിട്ടാത്ത കേസാണെങ്കിൽ ജാമ്യം കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ കാർത്തിക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല നടപ്പനുസരിച്ചിട്ട് നമ്മളിൽ അറിയോ അറിയാതെയോ പൂർവജന്മങ്ങളിലോ വാരിക്കൂട്ടി വച്ചിരിക്കുന്ന പാപങ്ങൾക്ക് ഇളവ് നൽകുന്ന ഒരു മാസമാണ് കാർത്തിക മാസം. ഈ കാർത്തിക മാസത്തിൽ ശരിയായ രീതിയിൽ കാർത്തിക മാസ വ്രത ആചരിക്കുകയും ഭഗവാന് മുന്നിൽ നെയ്വിളക്ക് കൊളുത്തുകയും ഭഗവാന് മുന്നിൽ നെയ്വിളക്ക് കൊടുത്ത് ദാമോദരാഷ്ടകം ചൊല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൂട്ടിവെച്ചിരിക്കുന്ന പാപങ്ങൾ, മുൻജന്മത്തിലെ പാപങ്ങൾ, ആ പാപകർമ്മഫലങ്ങൾക്കെല്ലാം ഇളവ് വരികയും പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി വരികയും ചെയ്യും. നമുക്ക് മാത്രമല്ല, നമ്മുടെ 7 തലമുറകൾക്ക് മുമ്പുള്ള പിതാക്കന്മാരുടെ ആത്മാവിന് ശാന്തി കിട്ടും, ആത്മാവിന് മോക്ഷം കിട്ടും. അതുമാത്രമല്ല, വരുന്ന 7 തലമുറകൾക്ക് ഭഗവാന്റെ ചൈതന്യത്തോടുകൂടി, ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഒരു 7 ജനറേഷൻ ആയിരിക്കും. മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആയിരിക്കും വരുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് മുൻജന്മ സുഹൃതം, അല്ലെങ്കിൽ പൂർവികർ ചെയ്ത സുഹൃതം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് അത്തരത്തിൽ ജനിക്കുന്ന മക്കൾക്ക് വേണ്ടി, മക്കളെ കാണുമ്പോഴാണ്. അപ്പൊ ഇവിടെ കാർത്തിക മാസത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സ്കന്ദപുരാണത്തിലാണെങ്കിലും പത്മപുരാണത്തിലാണെങ്കിലും ദേവീ ഭാഗവതത്തിലാണെങ്കിലും ശ്രീമദ് മഹാഭാഗവതത്തിലാണെങ്കിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണെങ്കിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിൽ പറയുന്നു, ന കാർത്തിക സമോ മാസം, മാസങ്ങളിൽ കാർത്തിക മാസത്തിന് സമമായിട്ട് മറ്റൊരു മാസം തന്നെയില്ല. കാര്യം ഈ മാസത്തിലാണ് ഭഗവാന്റെ എല്ലാ ലീലകളും അരങ്ങേറിയതും, ഈ മാസത്തിലാണ് ഭഗവാൻ കുറെ പേർക്ക് പാപങ്ങളിൽ നിന്നുള്ള മോചനം, അതായത് മോക്ഷം കൊടുത്തതും, ഈ മാസത്തിലാണ് ഭഗവാൻ ആദ്യമായിട്ട് കാലികളെ മേയ്ക്കാൻ പോയതും, ഈ മാസത്തിലാണ് ഭഗവാൻ യശോദാമ്മയടയ്ക്ക് ആ സ്നേഹനിധിയായ ഭഗവാനെ പിടിച്ചു കെട്ടാൻ പറ്റിയതും, ആ 2 കുമാരന്മാർക്ക് മോക്ഷം കൊടുക്കാൻ സാധിച്ചതും, ഈ മാസത്തിലാണ് ഗോവർദ്ധന പർവ്വതം ഉയർത്തി ബ്രജവാസികളെ മുഴുവൻ 7 ദിവസം സമ്പർത്തകമേഘമെന്ന ആ മഴയിൽ നിന്ന് രക്ഷിച്ചതും ഒക്കെ
ഈ കാർത്തിക മാസത്തിലാണ്. അതുപോലെ ഭഗവാനെ ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ആചരിക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ വീണ്ടും പറയുന്നു, എന്നാ കൃതേന സമം യുഗം, സത്യയുഗങ്ങളിൽ യുഗങ്ങളിൽ സത്യയുഗത്തിന് സമമായിട്ട് മറ്റൊന്നുമില്ല. എന്നാ വേദസദൃശം ശാസ്ത്രം, ശാസ്ത്രങ്ങളിൽ പൗരാണിക ശാസ്ത്രമാവട്ടെ, ആധുനിക ശാസ്ത്രമാകട്ടെ, അത്യന്താധുനിക ശാസ്ത്രമാകട്ടെ, ശാസ്ത്രങ്ങളിൽ വേദങ്ങൾക്ക് സമമായിട്ടൊന്നുമില്ല. ആ വേദങ്ങളുടെ സത്താണ് ഉപനിഷത്തുക്കൾ, ഉപനിഷത്തുക്കളുടെ സത്താണ് ഭഗവത്ഗീത. തീർത്ഥം ഗംഗയാ സമം, തീർത്ഥങ്ങളിൽ ഗംഗയ്ക്ക് സമമായിട്ട് മറ്റൊന്നും തന്നെയില്ല. അങ്ങനെ ശ്രേഷ്ഠമായ ഈ കാർത്തിക മാസത്തില് ഇന്ന് നമ്മള് സുവിൻജിയുടെ വീട്ടിലും അനീഷ് പൂവിന്റെ വീട്ടിലുമാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സുവിൻ പൂവിന്റെ കുടുംബത്തിനും അനീഷ് പൂവിന്റെ കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും, ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ദാമോദര ഭഗവാനിൽ നിന്നുണ്ടാകട്ടെ എന്ന് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. മാലിന്യ മാതാജി ജയരാധ മാധവ പാടാം. ഹരേ കൃഷ്ണ. जय राधा माधव जय कुंज विहारी, जय राधा माधव जय कुंज विहारी, जय गोपी जन वल्लभ जय गिरिवर धारी, जय गोपी जन वल्लभ जय गिरिवर धारी, जय राधा माधव जय गिरिवर धारी, यशोदनंदन ब्रज जन रंजन, यशोदनंदन ब्रज जन रंजन, यशोदनंदन ब्रज जन रंजन, यमुना तीर वनचारी, यमुना तीर वनचारी, जय राधा माधव जय कुंज विहारी, जय राधा माधव जय कुंज विहारी, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ സന്തോഷം. നമ്മൾ എത്ര മാസമായി കണ്ടിട്ട് കേട്ടിട്ട് അല്ലേ? ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിരുന്നു. കാർത്തിക മാസത്തിന്റെ
പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ്. ഭഗവാനെ കുറിച്ച്, വൃന്ദാവനത്തിനെ കുറിച്ച് നമ്മൾ അറിയാതെ തന്നെ വൃന്ദാവനത്തിലോട്ട് പോയി. വൃന്ദാവനത്തിന്റെ കഥകൾ ഒരുപാട് പറയാനുണ്ട്, പ്രത്യേകിച്ച് കാർത്തിക മാസത്തിൽ. ഈ കാർത്തിക മാസത്തിലായിരുന്നു രാധാറാണി തുളസി സേവ തുടങ്ങിയതും ഭഗവാന്റെ പ്രേമത്തിനായിട്ട്. ഭഗവാനെ ആശ്രിത വത്സരൻ എന്ന് മാത്രമല്ല, ഭഗവാനെ ഭക്തദാസൻ എന്നുകൂടി പറയും. ശ്രീമദ് മഹാഭാഗവതത്തിന്റെ 10ാമത്തെ സ്കന്ധത്തില് 19ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. അതെ, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല, അന്ന് സ്മിതമായ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഭക്തദാസൻ എന്ന് പറയും. അത് തീർത്തും വീണ്ടും പറയുന്നുണ്ട്. അത് ഭക്തദാസൻ എന്ന് പറയാൻ വീണ്ടും കാരണം വളരെ അധികം രാധാറാണി ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ. പക്ഷേ ഭഗവാൻ ചെറിയൊരു കളിക്കാരനാണ്, അത് കണ്ടില്ലെന്ന് അടിക്കും. എപ്പോഴും രാധാറാണിയുടെ വീടിന്റെ മുറ്റത്തോടുകൂടിയാണ് ഭഗവാൻ പോകുന്നത് എങ്കിലും ആ വീടിന്റെ ഭാഗത്ത് വരുമ്പോഴത്തേന് രാധാറാണിയുടെ വീട് വലതുവശത്താണ്. ഭഗവാനെ നോക്കി നിൽക്കുകയാണ്, കൃഷ്ണനെ നോക്കി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൃഷ്ണൻ ഇടത്തോട്ട് തലതിരിച്ചിട്ടൊരു പോക്ക് പോകും. ഇത് ഭഗവാന്റെ അടുത്ത ട്രിക്കാണ്. സ്നേഹത്തെ കൂടുതൽ വിളക്കിയെടുക്കാനുള്ള കളികളാണ് ഭഗവാന്റെ ഇത്. ആ സ്നേഹം ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്ത് വീണ്ടും ഭഗവാനോട് കൂടിച്ചേരാനാണ് ഈ ഒരു ചെറിയൊരു കളി. അപ്പം നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിലും ആ പ്രയാസങ്ങളെല്ലാം മറന്ന് ഭഗവാനെ നമ്മൾ വീണ്ടും പ്രേമിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ഒരുപക്ഷെ ചില സമയത്ത് കൂടി വരാം. ആ കൂടി വരുന്നത് ആ സ്നേഹത്തിനുള്ളൊരു ആക്കം കൂട്ടാൻ വേണ്ടിയാണ്. രാധാറാണി അവിടെ വിഷമിച്ചു, കരഞ്ഞു. അവസാനം കൂട്ടുകാരികൾ പറയും, അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ തുളസി സേവ ചെയ്യാൻ പറയും, തുളസിയെ പരിചരിക്കാൻ പറയും. അങ്ങനെ രാധാറാണി എങ്കിലും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട്, വെറുതെ തുളസി വെച്ച് പിടിപ്പിക്കുകയല്ല, ഔദ്യോഗികമായിട്ട് തുളസിയെ പിടിപ്പിക്കുകയും ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി പല കർമ്മങ്ങൾ ചെയ്യുകയും അതിനെ പരിരക്ഷിക്കുകയും അതിനെ അഭിഷേകമൊക്കെ ചെയ്ത് അങ്ങനെ തുളസി റാണിയുടെ സ്നേഹം പിടിച്ചു പറ്റി ഭഗവാൻ അവസാനം അനുഗ്രഹിക്കാൻ തയ്യാറാകുന്നു. അപ്പൊ അവിടെ ഗോപദേവത എന്ന് പറയുന്ന രാധാറാണിക്ക് വേണ്ടി ഒരു കൂട്ടുകാരി അവിടെ വരുന്നുണ്ട് പുതുതായിട്ട്. ആ ഗോപദേവതയെ പരിചയപ്പെടുകയും ഗോപദേവത രാധാറാണിയെടുത്ത് ആദ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടുകയും പോകുമ്പോൾ കിടന്ന് കരയുകയൊക്കെ രാധാറാണി ചെയ്യും. ഞാൻ ചുരുക്കി പറയുകയാണ്. ആ ഗോപദേവത ചോദിക്കും രാധാറാണിയെടുത്ത്, കൃഷ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രാധാറാണി ഇപ്പൊ പറയൂ, കൃഷ്ണൻ ഇവിടെ വരട്ടെ എന്ന്. അപ്പം രാധാറാണി പറയും, എന്റെ കൃഷ്ണൻ ഇപ്പോൾ വരും എന്ന് പറയും. അങ്ങനെ രാധാറാണി കണ്ണടച്ച് നിൽക്കും. കൃഷ്ണ, നീ ഇപ്പൊ എന്റെ അടുത്ത് വരണം, ഞാൻ ഈ ഗോപദേവതയ്ക്ക് കൊടുത്ത വാക്കാണെന്ന് പറയും. ഞാൻ ഇത്രയും നാളും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, നീ ഇന്ന് എന്റെ മുന്നിൽ വന്നിരിക്കണം എന്ന് പറയും. രാധാറാണി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ ഗോപദേവതയില്ല, പകരം ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ പറയുന്നത് ഭഗവാൻ ഭക്തദാസനും കൂടിയാണ്. നമ്മൾ എന്ത് പറയുന്നുവോ അതെല്ലാം ഭഗവാൻ കേട്ടു. നാരദ മഹർഷി ആ കുമാരന്മാർക്ക് മോക്ഷം കൊടുത്തതും അങ്ങനെയാണ്. പ്രഹ്ലാദ മഹാരാജന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നരസിംഹ ഭഗവാനായിട്ട് അവതരിച്ചത്. ഇവിടൊക്കെ ഭഗവാൻ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ബർഹാപീഠം നടവരവപു കർണയോഹു കന്നികാരം വിഹൃത്വാസ കനക കവിസം വൈജയന്തിം ചമാലം രന്ധാൻ വേണോർ അധരസുധയ ആപൂരയൻ ഗോപവൃന്ദേ വൃന്ദാരണ്യം സ്വപദരമണം പ്രവിശത് ഗീതകീർത്തി. ഭഗവാൻ അങ്ങനെ ഉടക്കുഴലും വായിച്ച് പരിലസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് ശില്പമാതാജി വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഒരു വേറെ ഫോണിൽ കൂടെ വരൂ, സോ വി കൻ സീ യു ഓൾസോ.
ഞാൻ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. ഒറ്റ സെക്കൻഡ്, ഞാൻ ഭഗവാന്റെ അവിടെ തന്നെ വെച്ചത് കാരണം കാണാഞ്ഞതാണ്. ഇപ്പൊ ഇനി ആ ലിങ്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ കേറാം. ഒരു മിനിറ്റ് മാതാജി. ഹാങ് ഓൺ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദൃക്കിൻ കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മൂഢജഹീ ധനാഗമ തൃഷ്ണ മൂഢജഹീ ധനാഗമ തൃഷ്ണ കുരു സദ്ബോധിം മനസി വിതൃഷ്ണ യല്ലവസി നിജ കർമാപാതോ വിത്തൗതേന വിനോദയ ചേത്വോ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭഗവദ്ഗീത കിഞ്ചിത ഗീത ഭഗവദ്ഗീത കിഞ്ചിത ജീത ഗംഗാ ജലലോ കഠികാ പീത ഗംഗാ ജലലോ കഠികാ പീത സകൃത പിയേന മുരാരി സമക്ഷ സകൃത പിയേന മുരാരി സമക്ഷ ക്രിയത്തെ തസ്യ യമേന ന ചർച്ചാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പുനരപി ജനനം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ कृपया पारे पाहि मुरारे भज गोविंदम भज गोविंदम गोविंदम भज मूढ़मते अर्थमनर्थं भावय नित्यं नास्ति तत् सुख लेश सत्यम् अर्थमनर्थं भावय नित्यं नास्ति तत् सुख लेश सत्यं पुत्राडपि धनभाजाम् इति सर्वत्रैषा विहिता रीतिः भज गोविंदम भज गोविंदम गोविंदम भज मूढ़मते. All glories to the assembled devotees. എല്ലാവർക്കും ദാമോദര മാസത്തിലെ 25-ാം ദിവസത്തിലേക്ക് എല്ലാ ആശംസകളും. All my humble obeisances to the feet of Lord Shri Krishna and my humble obeisances to the mercy of Srila Prabhupada. ഇവിടെ പ്രഭു പറഞ്ഞ പോലെയും മണിലാൽ പ്രഭു പറഞ്ഞ പോലെയും ഇപ്പൊ ഭജ ഗോവിന്ദത്തിൽ പാടിയ പോലെയും സത്യമാണ് നമ്മൾ അറിയേണ്ടത്. ഈ സത്യം അറിയാത്തതിന്റെ
പ്രോബ്ലംസ് ആണ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് സത്യം എന്താണ്? സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഭഗവാനാണ്. ഭഗവാൻ എന്നൊരു സത്യം മാത്രമേ ഉള്ളൂ. ഈ ശരീരം പോലും സത്യമല്ല എന്നാണ്. ബിക്കോസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സത്യം ആൻഡ് അസത്യം? അസത്യം ഇസ് സംതിങ് വിച്ച് ഇസ് നോട്ട് പെർമനന്റ്. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത് അസത്യമാണ്. സത്യം ഇസ് സംതിങ് വിച്ച് ഇസ് ഓൾവേസ് ദെയർ. അതിൽ മാറ്റമില്ല. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ശരീരവും it will go. So only the chaitanyam which is inside our shariram is going to remain, which is Bhagwan's karunyam. സോ നോക്കൂ, ഭഗവാനെ നമ്മുടെ സ്വാർത്ഥത്തേക്ക് വേണ്ടി ഉപയോഗിക്ക എന്നൊരു ശക്തിയാണ് രാവണനിൽ കൂടി ഉണ്ടായിരുന്നത്. ശരിക്കും രാവണൻ ഒരു കംപ്ലീറ്റ് ഒരു വില്ലൻ അല്ലായിരുന്നു. രാവണനിലെ ഈശ്വരൻ ഭവിച്ചത് കാരണമാണ് ആൾക്കാർ സിദ്ധി ലഭിച്ചിട്ടുള്ളത്. രാവണനും കുംഭകർണനും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും ഒക്കെ നമുക്ക് വേണമെങ്കിൽ വില്ലൻ എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ അവർ 3 ജന്മം കൊണ്ട് അവര് ഭഗവാനിൽ പ്രാപിച്ച പരമഭക്തന്മാർ ആയിരുന്നു അവര്. നമ്മൾ എത്ര ജന്മങ്ങളായി ഇപ്പൊ തന്നെ ആയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ല. പക്ഷെ അവര് 3 ജന്മം കൊണ്ട് ഇവരൊക്കെ ഭഗവാനെ പ്രാപിച്ച വ്യക്തികളാണ്. സോ അവര് ശരിക്കും ഭക്തന്മാർ തന്നെ ആയിരുന്നു. അവർക്ക് ഇത്രയും പവറും ഇത്രയും ഒരു ഗ്ലോറിയും ഉണ്ടാവാൻ കാരണം തന്നെ സത്യത്തിൽ വളരെ അടുത്ത്, ഭഗവാനോട് വളരെ അടുത്ത്, ദാറ്റ് ഇസ് സത്യത്തിൽ വളരെ അടുത്ത് നിന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് ആത്മാനുഭാവം. ഓക്കെ, അതുണ്ടായില്ല. അതിന് പകരം അവര് സിദ്ധികളിൽ അവരിങ്ങനെ എന്താ പറയാ കൺഫ്യൂസ് ആയി അവരുടെ ജീവിതം കളഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു വീഴ്ച പറ്റിയത്. ഈശ്വരനോട് നമ്മൾ അടുക്കും തോറും നമുക്ക് ഈ സിദ്ധികളൊക്കെ നമുക്കും കിട്ടും പലപ്പോഴും. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ ദാമോദര മന്ത് തുടങ്ങിയ കാലം മുതൽ ഈ ഒരു മാസം മണിലാൽ പ്രഭുവിന്റെ കാര്യം നമുക്ക് വിടാം. പക്ഷെ ബാക്കിയുള്ളവര്, ഞാനടക്കം ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ തന്നെ ഒരു അവസരം കിട്ടിയതും അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ത്രാണി ഉള്ളതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ ഒരു സിദ്ധി കാരണമാണ്. ഭഗവാനോട് അടുക്കും തോറും നമുക്ക് കിട്ടുന്ന സിദ്ധികളാണ്, അല്ലാതെ ഇതിലൊന്നുമല്ല. സോ ഇഫ് യു സി ഈവൻ അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മൾ വിചാരിക്കുക നമുക്ക് ഇത്രയും കഴിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ സ്വന്തം കഴിവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീഴും. അതേപോലെയാണ് ഇപ്പൊ നമ്മൾ രാമായണത്തില് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹനുമാന്റെ ഒരു ഭാഗമുണ്ട് വേർ ഹനുമാൻ കംസ് ടു ദ കോർട്ട്. ഫസ്റ്റ് ടൈം ഹനുമാനെ പിടിച്ചുകൊണ്ട് രാവണന്റെ കോർട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഗമുണ്ട്. അതില് ഒരു ഫുൾ പേജ് ഹനുമാൻ ആദ്യമായിട്ടാണ് രാവണനെ കാണുന്നത്. അപ്പൊ രാവണനെ കാണുമ്പോ ഹനുമാന്റെ വാക്കുകൾ ഭയങ്കരമായിട്ട് ഹീസ് പ്രൈസിങ് ഹിം, സെയിങ് ദാറ്റ് അയ്യോ ഇത്രയും ഹാൻസം ഒരാള്, ഇത്രയും കഴിവുള്ള ആള്, ഇത്രയും സ്കിൽസ് ഉണ്ട്, ഇത്രയും നോളജ് ഉണ്ട്, ഇത്രയും ഭക്തനാണ്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ഒരു പേജ് മൊത്തം അത് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർണ്ണിക്കാണ് രാവണനെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാണ് ദാറ്റ് ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും ഈ ഒരു അഹങ്കാരമാണ് നിങ്ങളെ ഫുൾ നശിപ്പിക്കുന്നത്. സോ ഇതാണ് നമുക്കും പറ്റുന്നത്. നമുക്ക് ഒരു ചെറിയ അഹങ്കാരം മതി, ദാറ്റ്സ് ഇറ്റ്, പിന്നെ നമ്മൾ പോയി. അതാണ് ഇപ്പൊ പലരും തത്വമസി എന്താണ്, ഓക്കെ അയ്യപ്പന്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ശബരിമലയില് തത്വമസി, ഇത് പലരും തെറ്റിദ്ധാരണയാണ് അവർക്ക്. എന്താണ്, നിങ്ങൾ ഭഗവാനായി മാറും അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനാണ് എന്ന തെറ്റിദ്ധാരണയാണ്. തത്വമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭഗവാനാവും, അവിടെ എത്തുമ്പോ നിങ്ങൾ ഭഗവാനാവും. അതല്ല തത്വമസിയുടെ അർത്ഥം. നിങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്നാണ് അർത്ഥം. തത്വമസി, ആ ഭഗവാൻ നിങ്ങളിൽ ഉണ്ടെന്നാണ് അതിന്റെ ഒരു കറക്റ്റ് മീനിങ്. പക്ഷെ പലരും ഞാൻ ഭഗവാനായി ഒരാളുണ്ടായിരുന്നു. ആള് ഒരു ബ്രാഹ്മൺ പോയിട്ട് ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് ഉപദേശം ഇത് ചെയ്യണം. അപ്പൊ സന്യാസി പറയും നിങ്ങളിൽ ഭഗവാൻ ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് കിട്ടും. എന്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. ആ സമയത്താണ് ഒരു ആന മതം ഇളകി ഇങ്ങനെ വരികയാണ്. അപ്പം ആന പാപ്പാൻ പറയുന്നുണ്ട് എല്ലാരും മാറൂ ആന. അപ്പം ഇയാള് പറയുന്ന എന്റെ ഉള്ളില് ബ്രഹ്മമുണ്ട്, എന്റെ ഉള്ളില് ഇതുണ്ട്, ഭഗവാൻ ഉണ്ട്, ഞാൻ മാറില്ല എന്ന് പറയും. അവിടെ വന്ന് ആന പിടിച്ച് അയാളെ പിടിച്ച് താഴിടും. എന്തായാലും ആള് രക്ഷപ്പെട്ടു. 2 ബോൺസ് മാത്രമേ പോയുള്ളൂ.
ഫൈനലി ഹി കംസ് ടു ദ ഋഷി ആൻഡ് മുനി, സന്യാസി അടുത്ത് വന്നിട്ട് ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞ എന്റെ അടുത്ത് ഭഗവാൻ ഉണ്ട് എന്ന്, പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം മുനി പറഞ്ഞു, തെറ്റ് എന്റേതാണ്, ഞാനത് ഫിനിഷ് ആക്കാനായിട്ട് നിങ്ങൾ കാത്തു നിന്നില്ല, നിങ്ങൾ അപ്പോഴത്തേക്ക് പോയി. നിങ്ങൾ ഉള്ളിൽ ഉള്ള ഭഗവാൻ ബാക്കിയുള്ളവരിലും ഉണ്ട് എന്ന് പറയാനായിട്ട് നിങ്ങൾ കാത്തു നിന്നില്ല, അപ്പോഴത്തേക്ക് നിങ്ങൾ പോയി. അതേ ഭഗവാൻ തന്നെ ബാക്കിയുള്ളവർക്കും ഉണ്ട്. സോ എല്ലാരിലും ആ ഭഗവാൻ ഉണ്ട്, ആ കഴിവും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണം. ഇഹ നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഭാഗവതത്തിലും ഫസ്റ്റില് പറയുന്നുണ്ട് സത്യം പരം ധീമഹി എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ഭാഗവും അതന്നെ പറയുന്നത്, സത്യം പരം ധീമഹി. ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ദാസ്യ ഭക്തിയോടെ, ദാസ്യ ഭാവത്തോടെ തന്നെ നമ്മൾ ഒരു ഉത്തമ ഭക്തരായിട്ട് മാറാനായിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഭഗവത്ഗീത കിഞ്ചിത ഗീത അല്ലേ? ഗംഗാജല ലവ കണികാ പീത. ഗംഗാജലം പാനം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞത് മാതിരി വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല. നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായി. കാര്യം സാമ്പത്തികമായിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമാണ് ഇപ്പം വൃന്ദാവനത്തിലൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ എന്ന് സത്യം തന്നെയാണ്. പക്ഷേ 3-4 പ്രാവശ്യം പോയ ഭക്തന്മാര് മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ ഇപ്രാവശ്യം പോകുന്നില്ല, എനിക്ക് പോകാൻ പറ്റും, പോകുന്നില്ല. പക്ഷെ ഞാൻ ആ പോകുന്നതിൻ്റെ ചെലവ് ഞാൻ എൻ്റെ സാമ്പത്തികമില്ലാത്ത, എന്നെക്കാട്ടി ശ്രേഷ്ഠമായ ഭക്തനാണ്, പക്ഷേ സാമ്പത്തികമില്ല, ഞാൻ അവർക്ക് പോകാനുള്ള ഞാൻ ഊഴം കൊടുക്കുന്നു. പ്രഭുപാദര് വൃന്ദാവനത്ത് നിന്ന് പുറത്തു വരുന്നില്ല എന്ന് ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഈ സന്ദേശം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ഇല്ല, പ്രഭുപാദര് വൃന്ദാവനത്തിൽ ഇരുന്നില്ല, വൃന്ദാവനത്ത് നിന്ന് പുറത്തു വന്നു. നമ്മൾ ഈ കാർത്തിക മാസത്തിൽ ഇത്തരം ഒരു ചിന്താ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ താനേ നമ്മുടെ അഹങ്കാരവും പോകും. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇവിടെ കുറെ കുട്ടികൾ പാടാനുണ്ടായിരിക്കും. പൂഫു പാടുന്നില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? അനീഷ് പൂവിന്റെ ഫോൺ റെഡി ആയിട്ടില്ല. റെഡിയായോ? കണക്ട് ആ. അനീഷ് പൂ ഫോൺ കണക്ട് ആയിട്ടില്ല ഇതുവരെ കേട്ടോ. അനീഷ് പ്രഭു ഹരേ കൃഷ്ണ. ഓക്കെ, എന്നാ പൂഫിന്റെ അടുത്ത് പാടാൻ പറയൂ. ഗോകുല ബാലകനെ കണ്ണ ഗോപാല ബാലകനെ ഗുരുവായൂരമ്പലം ശീലകം വഴുന്ന ഗോപാല ബാലകനെ ഗോകുല ബാലകനെ കണ്ണ ഗോപാല ബാലകനെ ഗുരുവായൂരമ്പലം ശീലകം വഴുന്ന ഗോപാല ബാലകനെ സൂര്യൻ കിഴക്കുതിച്ചു കണ്ണൻ പാലാഴിയിൽ കുളിച്ചു കണ്ണെഴുതിയത് അമ്മ യശോദ കണ്ണനെ ഉമ്മ വച്ചു ഗോകുല ബാലകനെ കണ്ണ ഗോപാല ബാലകനെ ഗുരുവായൂരമ്പലം ശീലകം വഴുന്ന ഗോപാല ബാലകനെ ഗോപിക്കുറി വരച്ചു കണ്ണൻ പിലി തിരുകി വെച്ചു പീതാംബരവും നിർഞ്ഞുകൊടുത്തു ചേലോടെ പുഞ്ചിരിച്ചു ഗോകുല ബാലകനെ കണ്ണ ഗോപാല ബാലകനെ ഗുരുവായൂരമ്പലം ശീലകം വാഴുന്ന ഗോപാല ബാലകനെ മണ്ണ് വാരി കളിച്ചു കണ്ണൻ കുഞ്ഞന വായിൽ നിറച്ചു പായ തുറന്നവനെ ലോകവും അമ്മയെ കാണിച്ചു ഗോകുല ബാലകനെ കണ്ണ ഗോപാല ബാലകനെ ഗുരുവായൂരമ്പലം ശീലകം വാഴുന്ന ഗോപാല ബാലകനെ ഗോപികമാർ വിളിച്ചു കണ്ണൻ കള്ളത്തരം നടിച്ചു ചേല കവർന്നവനാൽ മരക്കുമ്പിലായി കേറിയിരുന്നൊളിച്ചു ഗോകുല ബാലകനെ കണ്ണ ബാലകനെ ഗുരുവായൂരമ്പലം ശീലകം വാഴുന്ന ഗോപാല ബാലകനെ
ഗോക്കളുമായി നടന്നു കണ്ണൻ പാൽക്കുടങ്ങൾ ഉടച്ചു. കദള കൈവള താളത്തിൽ അങ്ങനെ മെല്ലെ ചുവട് വെച്ചു. ഗോകുല ബാലകനെ കണ്ണ ഗോപാല ബാലകനെ, ഗുരുവായൂരമ്പലം ശ്രീലകം വാഴുന്ന ഗോപാല ബാലകനെ. ഓടക്കുഴലെടുത്തു കണ്ണൻ ഊതി ഊതി കളിച്ചു. ഓരോ മനസ്സിലും ഓമന കണ്ണനോടെ ഓടി കളിച്ചു. ഗോകുല ബാലകനെ കണ്ണ ഗോപാല ബാലകനെ, ഗുരുവായൂരമ്പലം ശ്രീലകം വാഴുന്ന ഗോപാല ബാലകനെ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഗുരുവായൂരമ്പല ശ്രീലകം വാഴുന്ന ഗോപാല ബാലകനെ. ഹരേ കൃഷ്ണ. അല്ലു, ഒരു പാട്ട് പാടാം. ഹരേ കൃഷ്ണ. കൊറേ നാള് കഴിഞ്ഞ കുട്ടികളെ കാണുന്ന, വലുതായില്ല മോളൊക്കെ. മാതാജി ഇതുവഴി ഇറങ്ങ് സമയം കിട്ടുമ്പോ. അതെ, കൊറോണയൊക്കെ അല്ലേ, അതൊക്കെ കഴിയട്ടെ എന്നിട്ട് വരാം. ഭഗവത്ഗീത എത്ര ചാപ്റ്റർ ഇപ്പൊ പഠിച്ചിട്ടുണ്ട് കാണാതെ? പ്രഭു 3 എണ്ണം പഠിച്ചു, പക്ഷെ റിവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് ഇരിക്കുക. വിഷ്ണു സെയിം തിങ് വിത്ത് വിഷ്ണു സഹസ്രനാമം, അതും പൂർണ്ണമായി പഠിച്ചു, പക്ഷെ റിവിഷൻ അതാണ്. പഠിക്കാനല്ല ഗൗരിക്ക് ബുദ്ധിമുട്ട്, പഠിക്കാൻ അവളെ കൊണ്ട് പറ്റും, പക്ഷെ റിവൈസ് ചെയ്യാൻ ആൾക്ക് മടിയാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, അല്ലു നമുക്ക് പാടിക്കൂടെ? ഹരേ കൃഷ്ണ. അല്ലു സെക്കൻഡ് ചാപ്റ്റർ കാണാതെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു. വെരി ഗുഡ്. അല്ലു പാടിക്കും. കണ്ണ കണ്ണ ഓടിവാ ഉണ്ണി കണ്ണ ഓടിവാ, ആടക്കുഴലിൽ പാടിവാ പിഞ്ചുകാൽ കൊണ്ടോടിവാ. ആടും മയിലും പീലിയും ആനന്ദമായൊരു ഗോപിയും അല്ലലകറ്റും ദേവനായി അഞ്ജനെഴുതിയ കണ്ണുമായി ഗുരുവായൂരിൽ ഞാൻ തുറക്കും ഒരു മകൾ തേക്കും ബാലനായി ഉത്തമരാധാ സമേതനായി ഉല്ലാസമായി ഓടിവാ. കണ്ണ കണ്ണ ഓടിവാ ഉണ്ണി കണ്ണ ഓടിവാ, ഓടക്കുഴലിൽ പാടിവാ പിഞ്ചുകാൽ കൊണ്ടോടിവാ. കൺകുളകിയ ഞാൻ കാണണം, കാർമുകിൽ വണ്ണനെ കാണണം, കണ്ണിൽ കണ്ണനെ കാണണം, കാഴ്യമർദ്ദക രൂപനായി. കണ്ണ കണ്ണ ഓടിവാ ഉണ്ണി കണ്ണ ഓടിവാ, ഓടക്കുടലിൽ പാടിവാ പിഞ്ചുകാൽ കൊണ്ടോടിവാ. ആടും മയിലും പീലിയും ആനന്ദമായൊരു ഗോപിയും അല്ലലകറ്റും ദേവനായ അഞ്ജനമെഴുതിയ കണ്ണുമായി അഞ്ജനെഴുതിയ കണ്ണുമായി അഞ്ജനെഴുതിയ കണ്ണുമായി അഞ്ജനമെഴുതിയ കണ്ണുമായി അഞ്ജനമെഴുതിയ കണ്ണുമായി. ഹരേ കൃഷ്ണ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. താങ്ക് യു. സുബിൻജി റെഡി ആയിട്ട് ഇരിക്കാൻ പറ. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം പാടാനായിട്ട് ഞാൻ പറഞ്ഞതാ. നമ്മൾ കാർത്തിക മാസത്തിന്റെ ചെറിയൊരു സന്ദേശവുമായിട്ട് വീണ്ടും സ്മിത മാതാജി വരുന്നു. ഹരേ കൃഷ്ണ. കമലു സ്നേഹയൊക്കെ ഓൺലൈനിൽ റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ. എന്തായാലും ശില്പമാതാജി രാമായണത്തിനെ കുറിച്ച് എടുത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിന്റെ സൈഡ് പിടിച്ചെന്നെ എന്തെങ്കിലും പറയാന്നുള്ളത്. ഇപ്പൊ മാതാജി രാമായണത്തിനെ പറ്റി പറഞ്ഞു. ആക്ച്വലി രാമായണം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. ഇപ്പൊ അത് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആയിട്ടും ആർട്ട് ഫോംസ് ആയിട്ടും പെയിന്റിങ്സ് ആയിട്ടും ഡാൻസ് ആയിട്ടും ഡ്രാമയായിട്ടും വേൾഡിന്റെ പല ഭാഗത്തും ഇത് രാമായണം ആണെന്ന് അറിയാതെ തന്നെ ആൾക്കാര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തായ്ലൻഡിലാണെന്നുണ്ടെങ്കിൽ അവരുടെ നാഷണൽ ബുക്ക് രമകീയൻ എന്നാണ്. സ്റ്റോറി എല്ലാം രാമായണം തന്നെയാണ്, പക്ഷെ ബുക്കിന്റെ പേര് അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം അതേപോലെ തന്നെ അവിടുത്തെ മാർഷൽ ആർട്സിന്റെ ഒക്കെ പേര് ഹനുമാൻ കിക്ക്, അങ്കദ് പഞ്ച് എന്നൊക്കെയാണ്. ആൻഡ് തായ്ലൻഡിലെ കിങ്സിന്റെ പേരൊക്കെ രാമ 1, രാമ 2 അങ്ങനെയൊക്കെയാണ്. അതേപോലെ ഇന്തോനേഷ്യയിലാണെന്നുണ്ടെങ്കിലും പാണ്ഡവ ബീച്ച്. അവിടുത്തെ ബിഗ്ഗസ്റ്റ് മോണുമെന്റ് എന്ന് പറയുന്നത് കുംഭകർണന്റെ 55 feet ഉള്ള ഒരു സ്റ്റാച്യു ആണ്. ആൻഡ് ആ കുംഭകർണന്റെ ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ കുരങ്ങന്മാരിയ്ക്കുന്നതാണ് അതുള്ളത്.
അപ്പൊ ഞാൻ പറയുന്നത് രാമായണം ഇന്ത്യയിൽ മാത്രമല്ല, ബട്ട് വേൾഡിൽ എല്ലാവിടെയും ഉണ്ട്. ബട്ട് അവര് അത് രാമായണം എന്നുള്ള ആ വാക്കിൽ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഏത് സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ വായിക്കുമ്പോഴും, അത് രാമായണം ആയാലും മഹാഭാരതം ആയാലും, നമ്മൾ 3 കാര്യങ്ങളാണ് അതിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിരിക്കും, എന്താ പറയാ, സിറ്റുവേഷൻസ്, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, എക്സൈറ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഫസ്റ്റ് ലെവൽ എന്റർടൈൻമെന്റ്. സെക്കൻഡ് ലെവലാണ് എൻറിച്ച്മെന്റ് വരുന്നത്. എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ആ ലെസൺ എന്താണ്, ആ സ്റ്റോറിയുടെ മീനിങ്, അതിന്റെ മോറൽസ് എന്താണ്, ലൈഫ് ആപ്ലിക്കേഷൻസ് എന്താണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. അതാണ് രണ്ടാമത്തെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ സ്ക്രിപ്ചർ. ഇനി മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നതാണ് എൻലൈറ്റ്മെന്റ്. എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എങ്ങനെ അത്, ആ മോറൽസ് എങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്ന് നമ്മൾ നോക്കും. ഇതാണ് 3 ലെവൽസ് ഓഫ് ലിസണിങ് ടു എ സ്ക്രിപ്ചർ അല്ലെങ്കിൽ റീഡിങ് എ സ്ക്രിപ്ചർ. ഫസ്റ്റ് ലെവൽ എന്റർടൈൻമെന്റ്, സ്റ്റോറി ലൈൻ മാത്രം നമ്മൾ നോക്കും. രണ്ടാമത്തെ ലെവൽ എൻറിച്ച്മെന്റ്, നമ്മൾ കുറച്ച് മോറൽസ് ഒക്കെ നോക്കും, എന്താ അതിൽ കാണുന്നത് എന്നുള്ളത്. മൂന്നാമത്തേതാണ് എൻലൈറ്റ്മെന്റ്, അതായത് എങ്ങനെ ആ മോറൽസ്, നമ്മുടെ മോറൽ വാല്യൂസ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കും. അപ്പൊ ഒരു തവണ രാവണൻ ഈ ബലി മഹാരാജിനെ കാണാൻ വേണ്ടിയിട്ട് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? രാമന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചോദിച്ചിട്ട്. അപ്പൊ ബലി മഹാരാജ് അവിടെ എത്തിയപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഒരു വലിയ കൂമ്പാരം ഉണ്ടാവും ഗോൾഡിന്റെ. എന്നിട്ട് രാവണനോട് പറയും, ഇതൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ രാവണൻ കുറെ ശ്രമിക്കും, അടി കൂടെ വെച്ചു ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യും കുറെ. പക്ഷെ ഈവൻ ഒരു ചെറിയ തരി പോലും അനക്കാൻ പറ്റില്ല. അപ്പൊ ബലി മഹാരാജ് വേഗം ഈ ഗോൾഡിന്റെ ഹീപ്പ് എന്ന് പറഞ്ഞതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബലി മഹാരാജിന്റെ പാലസ്. അപ്പൊ ബലി മഹാരാജ് വേഗം രാവണനെയും കൂട്ടിയിട്ട് 5th ഫ്ലോറിൽ പോകും ഈ പാലസിന്റെ. അവിടെ നിന്നിട്ട് നോക്കാൻ പറയും ഈ ഗോൾഡിന്റെ ആ കൂമ്പാരത്തിലേക്ക്. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് രാവണന് മനസ്സിലായത് അതൊരു ഇയർ റിംഗ് ആണ് ആക്ച്വലി. അപ്പൊ ബലി മഹാരാജ് പറയും, ഈ ഇയർ റിംഗ് ഹിരണ്യാക്ഷന്റെ ഇയർ റിംഗ് ആണ്. ലോർഡ് വിഷ്ണുവായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് അത് വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണതാണ്. അപ്പൊ ആലോചിക്കണം, രാമൻ എന്ന് പറയുന്നത് ലോർഡ് വിഷ്ണു ആണ്. അപ്പൊ ഹിരണ്യാക്ഷൻ, ഇത്രയും വലിയ ഹിരണ്യാക്ഷന്റെ ഒന്നുമില്ലാതെ ആക്കിയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാമന്റെ അടുത്താണോ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ദയവ് വിചാരിച്ച് മദർ സീതയെ തിരിച്ചു കൊടുത്തിട്ട് വിഷ്ണുവിന്റെ അടുത്ത് സറണ്ടർ ചെയ്യണം എന്ന് പറയും. അപ്പൊ രാവണൻ എന്ത് പറയും? എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോവും. ബാക്കിയുള്ള കഥ നമുക്കറിയാം എന്താണ് രാവണന് പറ്റിയത് എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കഥകൾ കേൾക്കുമ്പോൾ വിചാരിക്കും അത് രാവണനല്ലേ. ഇപ്പൊ മാതാജി പറഞ്ഞ പോലെയാണ്, നമ്മളത് നമ്മള് രാവണനെ, ഇപ്പൊ മാതാജി പറഞ്ഞു, രാവണനും കുംഭകർണനും ഒക്കെ ഡിവോട്ടീസ് ആണ്, ഭഗവാന്റെ ഡിവോട്ടീസ് ആണ്. അവര് പെട്ടെന്ന് തിരിച്ച് ഭഗവാന്റെ ധാമിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താ പറയാ, ഡിവോട്ടീസ് അല്ലാത്ത പോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റിൽ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കറിയോ, അത് രാവണനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്, നമുക്കതൊന്നും അപ്ലിക്കബിൾ അല്ലാന്ന് തോന്നും. പക്ഷെ ആക്ച്വലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവണനെക്കാട്ടിലും മോശമാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല ഉപദേശം നമ്മളുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരോ ഗുരുവോ സത്സംഗില് വരുന്ന ആരെങ്കിലും മീൻസ് സത്സംഗില് ഗുരുസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കില്ല. ഒരിക്കലും നമ്മള് എന്താ പറയാ, ഭഗവാന്റെ അടുത്ത് സറണ്ടർ ആവുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ കോസ് ഫോർ all of our problems. അപ്പൊ ഇനി കാർത്തിക മാസത്തിന്റെ ദാമോദർ ലീലയുടെ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ കാർത്തിക മാസത്തില് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ആ 1 വീക്കും കൂടെ ഇനിയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
കഷ്ടി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ വരുന്ന 5-6 ദിവസങ്ങളിലെങ്കിലും ഈ പറയുന്ന ചെറിയ 5-6 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നുണ്ടാവുന്നു. എന്നാൽ കൂടെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. നെയ്വിളക്ക് കാണിക്കുക, ദാമോദരാഷ്ടകം ചൊല്ലുക, തുളസിക്ക് വിളക്ക് വെക്കുക, വെള്ളം നനയ്ക്കുക, ഹരികൃഷ്ണ മഹാമന്ത്രം ജപം ചെയ്യുക, ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുക, കുറഞ്ഞ വർഷം ചതുശ്ലോകിയെങ്കിലും വായിക്കുക, പ്രസാദം മാത്രം കഴിക്കുക, കുറഞ്ഞ വർഷം സസ്യബുക്കെങ്കിലും ആവുക, എന്തെങ്കിലും ദാനം ചെയ്യുക, ക്ഷേത്രങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ 5-6 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഒരായുസിന് മാത്രമേ അതിന്റെ ഫലം നമുക്ക് ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ കാർത്തിക മാസത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 ജന്മത്തിന് ഭഗവാന്റെ കൃപ ലഭിക്കും. അതുപോലെ തന്നെ ഓൾറെഡി മണ്ഡലാൽ പ്രഭു പറഞ്ഞു, പൂർവികന്മാർക്ക് മോചനം കിട്ടാനും ഇനിയുള്ള 7 തലമുറ മുന്നോട്ടും ഇനി വരുന്ന 7 തലമുറ പുതിയ നെക്സ്റ്റ് ജനറേഷനും ഇത് വളരെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങള് ഭഗവാന് പറ്റാവുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് ഭഗവാന്റെ പ്രീതി നേടാൻ, രാധാനാമോദരന്റെ പ്രീതി നേടാൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. വളരെ സന്തോഷം. കാർത്തിക മാസത്തിന്റെ മെസ്സേജ് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ജ്ഞാനികളാണോ വലുത്, യോഗികളാണോ വലുത്, ഭക്തരാണോ വലുത്? ഭഗവാൻ തന്നെ അതിന്റെ ആൻസർ പറയുന്നുണ്ട്. അപ്പൊ ആരോടത്തും പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യോഗിനാം അഭി സർവേഷാം മദ്ഗതേനാന്തരാത്മ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. അങ്ങനെ തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തപസ്യേക്കാൾ ശ്രേഷ്ഠനത്ര യോഗി. ജ്ഞാനികളെക്കാൾ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏത് സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ ഈ യോഗം എന്താണ്? പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ, ഡിവോഷണൽ സർവീസ് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും, എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇവിടെ ഭക്തിയാണ് പരമമായി ഉത്കൃഷ്ടമായ നിലയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ പലരും പല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ജ്ഞാനമാണ് നല്ലത്, ജ്ഞാനം ഭക്തിയിൽ എത്തിക്കാൻ ഉപകരിച്ചില്ലെങ്കിൽ ആ ജ്ഞാനം ഒന്നുമല്ല, പൂജ്യമാണ്. ഇപ്പം പല സിദ്ധാന്തങ്ങളും വന്ന് പല ഭാഷ്യകാരന്മാരും വന്ന് സംസാരിക്കും. അവര് സംസാരിക്കുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അവരുടെ ജ്ഞാനം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ആകെ നമുക്ക് അറിയാവുന്ന 2 പുസ്തകങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 3 പുസ്തകങ്ങളേ ഉള്ളൂ. രാമായണം, മഹാഭാരതം, ഭാഗവതം. ഇപ്പൊ മഹാഭാരതം എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീത, രാമായണം, ഭാഗവതം, ഈ 3 സ്ക്രിപ്ചർ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പം പലര് പറയുന്നത് എന്തിനാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ളതാണ്. അവരുടെ ജ്ഞാനത്തിന്റെ ബേസ് അല്ലെങ്കിൽ ഒറിജിൻ എവിടാണ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അവരെവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെ ഭഗവാൻ നേരിട്ട് തന്നിരിക്കുന്ന സ്ക്രിപ്ചറാണ്. ഈ സ്ക്രിപ്ചറിനെയാണ് നമ്മൾ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. പ്രഭുപാദര് പറയുന്നുണ്ട്, ഭഗവാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പ്രഭുപാദരുടെ അടുത്ത് പല റിപ്പോർട്ടേഴ്സും ചോദിച്ചിട്ടുണ്ട്. പ്രഭുപാദര് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, നിങ്ങൾ ഭഗവത്ഗീത വായിക്കും. ഭഗവത്ഗീത വായിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുകയുള്ളൂ. ഇത് വായിക്കാതെ വന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ മറ്റുള്ളവര് എവിടുന്നെങ്കിലും കൊണ്ടുവരുന്ന അറിവുകൾ ശരിയോ തെറ്റോ ആയിരിക്കാം. അതിനേക്കാൾ മുമ്പ് നമുക്ക് നേരിട്ട് അറിയാവുന്ന സ്ക്രിപ്ചർ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. വീണ്ടും നമ്മൾ അടുത്ത കീർത്തനത്തിനോട്ട് പോവാം. സുബിൻജി റെഡിയല്ലേ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? പിന്നെന്താ, വീഡിയോ ഓഫ് ചെയ്തിട്ട് പാടാൻ പറഞ്ഞോളൂ. എന്നാ പാടിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധതൻ പ്രേമത്തോടാണു കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണു. രാധതൻ പ്രേമത്തോടാണു കൃഷ്ണ
ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ? ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം, നിൻകാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ? കെട്ടുമില്ല കുടകുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കില്ലൻ സംഗീതം. എന്താ സുന്ദരമേഘത്താലെല്ലാം ഒഴിച്ചു നീ നിൻ തിരുമൈ ചേർത്തു പുൽകുന്നു. നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ? ഹരേ കൃഷ്ണ. താങ്ക് യു സുമിജി. തീർച്ചയായിട്ടും നമ്മുടെ പാട്ട് തീർച്ചയായിട്ടും ഭഗവാൻ ഇഷ്ടപ്പെടും. പ്രഥമ സ്കന്ധത്തില് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളില് 16ാമത്തെ പ്രാർത്ഥനയാണ്. അതായത് 8ാമത്തെ അധ്യായത്തില് 33ാമത്തെ ശ്ലോകമായിട്ട് വരുമെങ്കിലും 16ാമത്തെ പ്രാർത്ഥനയാണ് വരുന്നത്. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോ അഭ്യകാൽ അജസ്തമസ്യ ക്ഷേമായ വധായ ച സുരദ്ദിശാം. അപരേ വാസുദേവസ്യ ദേവക്യാം യാചിതോ അഭ്യകാൽ അജസ്തമസ്യ ക്ഷേമായ വധായ ച സുരദ്ദിശാം. അപ്പം കുന്തിദേവി ഭഗവാനോട് പറയുകയാണ്, വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാകുന്നു അവരുടെ പുത്രനായി അങ്ങ് അവതാരം എടുത്തതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. നിസ്സംശയം അങ്ങ് അജനാണ്. എങ്കിലും ദേവന്മാരുടെ നന്മയ്ക്കും അവരോട് അസൂയുള്ളവരെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്. വീണ്ടും അതിന്റെ പ്രഭാത ഭാവാർത്ഥത്തിലോട്ട് പോകുമ്പം വസുദേവരുടെയും ദേവകിയും പൂർവജന്മത്തിൽ സുതാപനും കൃഷ്ണിയുമായിരുന്നുവെന്നും ഭഗവാൻ അവരുടെ പുത്രനായി ജനിക്കാൻ കഠിനമായ തപശ്ചര്യകൾ അവർ അനുഷ്ഠിച്ചുവെന്നും തൽഫലമായി ഭഗവാൻ അവരുടെ പുത്രനായി അവതാരമെടുത്തുവെന്നും പറയുന്നു. അപ്പം അതായത് ഭഗവാനെ നമ്മൾ ഏത് രീതിയിൽ കാണുന്നുവോ ആ രീതിയിൽ ഭഗവാൻ നമ്മളുടെ അടുത്ത് വരും എന്നുള്ള ഒരു അർത്ഥം കൂടി നമുക്ക് ആ ശ്ലോകത്തിൽ നിന്ന് കുന്തി സ്തുതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഭഗവാനെ പുത്രനായിട്ട് വേണോ? തീർച്ചയായിട്ടും പുത്രനായിട്ട് വരും. സഖാവായിട്ട് വേണോ? തീർച്ചയായിട്ടും സഖാവായിട്ട് വരും. എന്നാൽ സംരക്ഷകനായിട്ട് വരണോ? തീർച്ചയായിട്ടും സംരക്ഷകനായിട്ട് വരും. സുഹൃത്തായിട്ട് വേണോ? തീർച്ചയായിട്ടും സുഹൃത്തായിട്ട് വരും. പക്ഷേ നമ്മൾ ഭഗവാനെ അനന്യമായി അന്യചിന്തയില്ലാതെ ഭജിക്കണം. ഭഗവാനോട് അകങ്കളമായ അചഞ്ചലമായ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കണം. ഈ കാർത്തിക മാസത്തിൽ തീർച്ചയായിട്ടും ഭഗവാനെ അങ്ങനെ ഒരു സ്നേഹവും ഭക്തിയും ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അടുത്ത കീർത്തനവുമായിട്ട് ഹരേ കൃഷ്ണ. സുമിൻജി പാടില്ലേ? പാടും. റെഡി ആയിട്ടിരിക്കാൻ പറയുക. ഹരേ കൃഷ്ണ. ഓക്കെ, അടുത്ത തവണ പാടും. ഇപ്പൊ 1-2 കഴിഞ്ഞിട്ട് ഇപ്പം പാടും. ഓക്കെ, അടുത്ത വർഷമല്ല, ഇന്ന് അടുത്ത തവണ പാടും. ഹരേ കൃഷ്ണ. സ്നേഹ റെഡിയാണോ അവിടെ? ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. അനീഷ് പ്രഭുവിന്റെ വീഡിയോ ഓഫാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama,
താങ്ക് യു സ്നേഹ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിരുന്നു. മനോഹരമായെന്ന് മാത്രമല്ല, നമ്മൾ സമയം പറയും, ആ സമയത്തിനകത്ത് നിർത്തുകയും ചെയ്യും. ഹരേ കൃഷ്ണ. താങ്ക് യു, വളരെ നന്നായി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ വീണ്ടും, ഞാൻ എൻ്റെ സമയം കളയുന്നില്ല, വീണ്ടും നമ്മൾ അടുത്ത കീർത്തനത്തിലോട്ട് വരികയാണ്. ഹരേ കൃഷ്ണ. കമലു, ഹരേ കൃഷ്ണ. കമൽ റെഡിയല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യാ ചിന്താമണിദ മരതന മന്ദിര മനോഹര. 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 അപ്രീത കാലിന്ദി നീരെ രാജഹംസ കേളികാരെ താഹെ ശോഭೆ ಕನಕ ಕಮಲ. ಅಪ್ರೀತ ಕಾಲಿಂದಿ ನೀರೆ ರಾಜಹಂಸ ಕೇಳಿಕಾರೆ ತಾಹೆ ಶೋಭೆ ಕನಕ ಕಮಲ. ವೃಂದಾವನ ರಮ್ಯಸ್ಥಾನ ದಿವ್ಯಾ ಚಿಂತಾಮಣಿದ ರತನ ಮಂದಿರ ಮನೋಹರ. ವೃಂದಾವನ ರಮ್ಯಸ್ಥಾನ ದಿವ್ಯಾ ಚಿಂತಾಮಣಿದ ರತನ ಮಂದಿರ ಮನೋಹರ. तारा मध्ये हेमपीठ अष्टदाले बेष्टित अष्टदाले प्रधान नायिका. तारा मध्ये हेमपीठ अष्टदाले बेष्टित अष्टदाले प्रधान नायिका. तारा मध्ये रत्नासने बसिया चेंदुई जाने श्याम संगे सुंदरी राधिका. तारा मध्ये रत्नासने बसिया चेंदुई जाने श्याम संगे सुंदरी राधिका. वृंदावन रम्यस्थान दिव्या चिंतामणि धाम रतन मंदिर मनोहर. वृंदावन रम्यस्थान दिव्या चिंतामणि धाम रतन मंदिर मनोहर. और पाला पन्याराशि अमी परिचे काशी हास्य परि हसा संभाषणे. और पाला पन्याराशि अमी परिचे काशी हास्य परि हसा संभाषणे. नरोत्तमा दशा कोई नित्यालीला सुख मोई सदा स्फुरक मोरा
माने नरोत्तम दास कोई नित्य लीला सुगमोई सदा स्फुरत मोरा माने वृंदावन रम्य स्थान दिव्य चिंतामणि धाम रतन मंदिर मनोहारा वृंदावन रम्य स्थान दिव्य चिंतामणि धाम रतन मंदिर मनोहारा वृंदावन रम्य स्थान दिव्य चिंतामणि धाम रतन मंदिर मनोहारा. ഹരേ കൃഷ്ണ. താങ്ക് യു. വൃന്ദാവനം, രമ്യസ്ഥാനം, ആ വൃന്ദാവനത്തിലേക്ക് പോവുക, എത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം, പ്രാർത്ഥന. അതായത് ഭഗവാന്റെ അടുത്തേക്ക് എത്തുക, ഭഗവാന്റെ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ നിന്നുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുക, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പിടിച്ചമർത്തി വെക്കുക, വിടരുത്. അപ്പോൾ നമ്മുടെ ഗൃഹവും നമ്മുടെ വീടും വൃന്ദാവനമായിട്ട് മാറും, ആ രമ്യസ്ഥാനമായിട്ട് മാറും. ഹരേ കൃഷ്ണ. സുബിൻജി റെഡിയല്ലേ പാടാൻ? ഹരേ കൃഷ്ണ. ആ പാടിക്കോളൂ. ഒരു കീർത്തനം പാടാം. ഓ. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം വൃന്ദാവന സ്ഥിതം നാരായണം ദേവവൃന്ദൈരഭീഷ്ടദം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ദിനകരമധ്യകം നാരായണം ദിവ്യ കനകാംബരധരം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം അജ്ഞാനനാശകം നാരായണം ശുദ്ധ വിജ്ഞാനദായകം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവത്സപോഷണം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം സിംഗാരനായകം നാരായണം പാദഗംഗാവിദായകം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം. അതേ ഉള്ളു വഴി. ഹരേ കൃഷ്ണ. അനീഷ് പ്രഭു ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? അനീഷ് പ്രഭുവിന്റെ ഒരു മൊബൈൽ ഓക്കെ, ഒരു കീർത്തനം കൂടെ ആകാം. ഹരേ കൃഷ്ണ. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് ഹരേ കൃഷ്ണ. ആ हे मुरली श्रीधर राधे कृष्ण राधे श्याम केशव माधव यादव नंदन राधे कृष्ण राधे श्याम. हे मुरली श्रीधर राधे कृष्ण राधे श्याम केशव माधव यादव नंदन राधे कृष्ण राधे श्याम. नंद नंदन राधे श्याम नवनीत चोरा राधे श्याम केशव माधव यादव नंदन राधे कृष्ण राधे श्याम. हे मुरली श्रीधर राधे कृष्ण राधे श्याम केशव माधव यादव नंदन राधे कृष्ण राधे श्याम.
ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മള് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഹരേ കൃഷ്ണ. സിമി മാതാജി, ഹരേ കൃഷ്ണ. എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ? ഹരേ കൃഷ്ണ. ഒന്നുമില്ല. ദൂരെ നിൽക്കാതെ അടുത്ത് വരൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പറയൂ. ഹരേ കൃഷ്ണ. അപ്പം ഇത് തന്നെയാണ്, ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നാണ് മെസ്സേജ് വന്നത്. ഹരേ കൃഷ്ണ, അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ തീർച്ചയായിട്ടും അനീഷ് പ്രഭു എന്ത് പറയുന്നു നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട്? ഹരേ കൃഷ്ണ. വളരെ സന്തോഷം ഇന്ന് അവിടെ വെച്ചതും. നാളെ ഏകാദശിയാണ്, മറ്റന്നാളാണ് നാട്ടിലെ ഏകാദശി. അതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച 7:30 നമ്മൾ എല്ലാവരും ഈ ദാമോദരാരതിക്ക് പങ്കെടുത്ത എല്ലാവരും ഒരേപോലെ ഇരുന്ന് നമ്മൾ ആരതി ചെയ്യും. എല്ലാവരുടെയും വീട്ടിൽ അതേപോലെ ആരതി ചെയ്യുന്നുണ്ട്. അതേപോലെ ആകാശദീപ ആരതി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പങ്കെടുക്കണം, ഒരുമിച്ച് ഒരേ സമയത്ത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. എന്ത് പറയുന്നു അനീഷ് പ്രഭു? മറ്റ് വിശേഷങ്ങൾ, എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ? ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിട്ട് വളരെ സന്തോഷം ഇന്ന് വെക്കാൻ പറഞ്ഞതിലും. ഇന്ന് അനീഷ് പ്രഭുവിന്റെ പിറന്നാളാണല്ലേ? ഇന്നലെയായിരുന്നു പ്രഭു. ഇന്നലെയായിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും അനീഷ് പ്രഭുവിന്റെ ഭഗവാന്റെ അനുഗ്രഹം, ദാമോദര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പിറന്നാൾ ആശംസകൾ കൊടുത്തുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തായാലും തീർച്ചയായിട്ടും എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ അതിനൊരു തീർപ്പ് ഉണ്ടാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ മോചിപ്പിക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എന്ന് നമുക്ക് ഈ കാർത്തിക മാസത്തിൽ പ്രാർത്ഥിക്കാം വീണ്ടും വീണ്ടും. അതുപോലെ തന്നെ സുബിൻജി, ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ് ചെയ്തത്, നമുക്ക് ഇന്ന് തന്നെ വെക്കാമെന്നുള്ളത്. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. എന്തായാലും ഇതൊക്കെ ഭഗവാന്റെ ഒരു നിയോഗമാണ്. ഭഗവാന്റെ അനുഗ്രഹം ആ ഗൃഹത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഭൗതിക ലോകത്തില് ദുഃഖാലയമാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ചിലതര പ്രയാസങ്ങളിലൂടെയായിട്ടാണ് പോകുന്നത്. എന്തായാലും ഈ കാർത്തിക മാസം ദാമോദര ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൂടിയിരുന്ന സ്മിത മാതാജി, ശില്പ മാതാജി, ബിജു പ്രഭു, അനിൽ പ്രഭു, വിഷ്ണു മോഹൻ പ്രഭു, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്ദി. വീണ്ടും 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 കാർത്തിക മാസത്തിൽ പങ്കെടുക്കുക. കാർത്തിക മാസം എന്നുള്ളതല്ല, എല്ലാ ആഴ്ചകളിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബുധനാഴ്ചയാണ് നമ്മൾ LKയിൽ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പൊ കുറച്ച് മാസങ്ങളായിട്ടുള്ളത്. പക്ഷെ ഓൺലൈൻ എല്ലാം നടക്കുന്നുണ്ട്. അതേ സമയത്ത് ഓൺലൈൻ നടക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും നമുക്ക് കുറച്ചു നേരം അരമണിക്കൂറൊക്കെ ഇരുന്നിരിക്കാം. മാലിന്യ മാതാജി എന്താ പറയാനുണ്ട്? ഹരേ കൃഷ്ണ. എന്ത് പറയാനുണ്ട്? ഒന്നുമില്ല പ്രഭു, അങ്ങനെ പോണു. ദോശയും ചമ്മന്തിയൊക്കെ കിട്ടിയിട്ട് ഒരുപാട് നാളായി. ഹരേ കൃഷ്ണ. ദിവസം ഇറങ്ങും പ്രഭു ഇതുവഴി. തീർച്ചയായിട്ടും വരാം. ഹരേ കൃഷ്ണ. ഞാൻ ആകെ ക്ഷീണിതനാണ്, പ്രസാദമൊന്നും കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് അഷ്ടകം ചൊല്ലിയാണ്, ദാമോദര അഷ്ടകം ചെല്ലാം. അപ്പം ദാമോദര അഷ്ടകം ചെല്ലുമ്പോൾ എല്ലാവരും ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്ന് മുഖകമലത്തിലേക്ക് 4 പ്രാവശ്യം ആരതി ചെയ്യണം. 1 2 3 4. അപ്പം എല്ലാവരും മ്യൂട്ട് ആക്കിക്കൊണ്ട് അഷ്ടകം കൂടെ ചെല്ലണം. റിപ്പീറ്റേഷൻ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അപ്പം അഷ്ടകം ചെല്ലാൻ ആര് ചെല്ലും? സിമി മാതാജി അഷ്ടകം ചെല്ലാം. പ്രാവശ്യം വലിയവർക്ക് കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. ചൊല്ലുവല്ലേ? അഷ്ടകം ചൊല്ലുവല്ലേ? അഷ്ടകം ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പൊ അഷ്ടകം ചൊല്ലുകയാണ്, നമ്മൾ ആരതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ.
തുടങ്ങിക്കോളൂ. സെക്കൻഡ് ഫസ്റ്റ്. ഹരേ കൃഷ്ണ. ആ നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോ ലോകദാതാവമാനം പരാമൃഷ്ടമത്യന്തദോധൃതഗോപ്യം രുദന്തം യുഗ്മമൃജാന്തം कराम्बोजयुग्मेन साताङ्गनेत्रं मुहुश्वासकम्बाद्रि रेखाङ्ककण्ठ सतग्रैवं दामोदरं भक्तिबन्धम् इति दृक्स्वलीलाभिरानन्तकुण्टे सकोशं निमज्जन्तम् आख्यापयन्तम् तथीशिताग्नेषु भक्तर्जितत्वं पुनः प्रेमतस्तांशदावृतिवन्दे वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणेहं वा देशादपीह इदं ते पूर्णादा गोपालबालम् सदा मे मनस्याभिलाष्टां किमूनि इदं ते मुखाम्बोजम् अत्यन्तनीले वृतं कुण्डलैः स्निग्धरक्तस्य गोप्या मुहुसंवितं बिम्बारक्तादरं मे मनस्याभिलाष्टामलं लक्षयामि नमो देवदामोदरानन्द विष्णु प्रसीद प्रभो दुःखजलातिमग्नम् कृपादृष्टिवृष्टादि दीनां ददानु गृहाणेश मामज्ञामेल्यक्षुदृश्य कुबेरात्मजौ बद्धामूर्तैर्भयत्वात् त्वया मोचितौ भक्तिभाजौ कृतौ च तथा प्रेमभक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहो मेऽस्ति दामोदरेह नमस्ते सुदाम्ने स्फुरदितिदाम्ने त्वदीयोदराय विश्वास्य दाम्ने नमो राधिकायै त्वदीया प्रियायै नमो नन्दलीलाय देवाय तुभ्यं नमो राधिकायै त्वदीया प्रियायै नमो नन्दलीलाय देवाय तुभ्यं नमो राधिकायै त्वदीया प्रियायै नमो नन्दलीलाय देवाय तुभ्यं हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare. Jaya Radha Damodara, Radha Damodara Radhe. Jaya Radha Damodara, Radha Damodara Radhe. Jaya Damodara, Jaya Damodara, Damodara, Jaya Damodara. Damodara ki jai, Damodara ki jai. ശ്രീ പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു എല്ലാവർക്കും ഹരേ കൃഷ്ണ. എന്തായാലും കാർത്തിക മാസത്തിൽ ദാമോദര ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും വീണ്ടും വീണ്ടും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ഉള്ളു രക്ഷ ഈ ഭൗതിക ലോകത്തിൽ. ഹരേ കൃഷ്ണ. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സ്നേഹ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. എവിടെയാ സ്നേഹ? ഹരേ കൃഷ്ണ. തല ഇങ്ങനെ ഇട്ട് നോക്ക്. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അനീഷ് പ്രഭു, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സുബിൻജിയുടെ എവിടെയും സാക്ഷാൽ ഗുരുവായൂരപ്പൻ അങ്ങനെ വളരെ മനോഹരമായിട്ട് വിളങ്ങി നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് നാളായി ആൾക്കാരെ കണ്ടിട്ട്. ഹരേ കൃഷ്ണ. നിവേദ്യം ഇങ്ങനെ മാടി വിളിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. എന്തായാലും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ട് ദാമോദര ഭഗവാന്റെ ഗിഫ്റ്റുമായിട്ട് നമ്മൾ എല്ലാ വീടുകളിലും വരും. ഹരേ കൃഷ്ണ. താമസിയാതെ ഉടൻ തന്നെ. ഹരേ കൃഷ്ണ. ഓക്കെ അനീഷ് പ്രഭു, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തൂടെ? അനീഷ് പ്രഭു, ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? സുബിൻജി, ഓക്കെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സുബിൻജി, നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ സന്തോഷം. സുബിൻജി അരമണിക്കൂർ ലേറ്റ് ആവുന്നു അല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, വളരെ സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എത്ര തുടങ്ങുന്നത് സ്നേഹ? 5. കമലു ഹരേ കൃഷ്ണ. ആകർഷ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ 5. പൂഹു അവിടെ? പ്രഭു. അല്ലു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് നമ്മുടെ പ്രചോദനം, നമ്മുടെ ബലം എന്ന് പറയുന്നതാണ്. ഉണ്ട് ലാസ്റ്റില ഹരേ കൃഷ്ണ പറഞ്ഞത് അതാണ്. 5 4 3 2 1 0 ഡിം.